കാടിറങ്ങുന്ന ഭീതിയിൽ ജീവന് കൊതിയോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് വനമേഖലകളിൽ. കാട് നൽകുന്ന സംരക്ഷണത്തിലും സമ്പത്തിലും ജീവിച്ച ജനവാസ മേഖല ഇന്ന് ഭയന്ന് ജീവിക്കുകയാണ്. ഇന്ന് അവർക്ക് സംരക്ഷണമില്ല, പകരം ദുരിതം മാത്രം. വനമേഖല വന്യമൃഗങ്ങൾ കയ്യേറിയതോടെ പലർക്കും താമസിക്കാൻ ഇടമില്ലാത്ത അവസ്ഥയാണ്. കൂടാതെ മരണങ്ങളും നാശനഷ്ടങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നിലവിലുള്ള കണക്കനുസരിച്ച് കഴിഞ്ഞ 8 വർഷത്തിനിടെ 909 പേരാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിൽ ഏറ്റവും കൂടുതൽ ജീവൻ പൊലിഞ്ഞത് വയനാട് ജില്ലയിലാണ്. കാട്ടാന, കാട്ടുപോത്ത്, പുലി, കടുവ, കാട്ടുപന്നി എന്നിവയുടെ ആക്രമണത്തെ തുടർന്ന് മരണങ്ങൾ ഉണ്ടാകുന്നത് കേരളത്തിൽ ഇതാദ്യമായല്ല. തുടർക്കഥയായിട്ടും വന്യമൃഗ ആക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നല്ലാതെ അതിനായി നിയമ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല. ഇതിനെതിരെ പരിഹാരം കാണാതെ ഗുരുതര അനാസ്ഥയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുടരുന്നത്. എന്നാൽ ഒരു കാര്യം മാത്രം പുറപ്പെടുവിച്ചു: മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചു. കോതമംഗലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീ, റേഡിയോ കോളർ കാട്ടാനയുടെ ആക്രമണത്തിൽ മാനന്തവാടിയിൽ കൊല്ലപ്പെട്ട പനച്ചിയിൽ അജീഷ്, കുറുവാദ്വീപ് ഇക്കോ ടൂറിസം ജീവനക്കാരനായ പോൾ, കാട്ടാനകൾ വരുത്തിവെക്കുന്ന കൃഷിനാശത്തിന്റെ ദുരിതം പകർത്താൻ പോയ മാതൃഭൂമി ചാനലിന്റെ ക്യാമറാമാൻ AV മുകേഷ്. കേരള തമിഴ്നാട് അതിർത്തിയിലെ വാൽപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഇന്നാണ് ഒരു ബൈക്ക് യാത്രക്കാരൻ കൊല്ലപ്പെട്ടത്. തീരുന്നില്ല തീരാ ദുഃഖങ്ങൾ. വന്യമൃഗ ആക്രമണത്തിൽ നിരവധി ആളുകൾ മരിച്ചതിനെ തുടർന്ന് ജനങ്ങൾ ശക്തമായ സമരത്തിനിറങ്ങിയിരുന്നു. ഇത് വലിയ രീതിയിൽ ചർച്ചയായതോടെ മന്ത്രിസഭാ യോഗത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം ചെറുക്കുന്നതിന് പലതരത്തിലുള്ള മാർഗങ്ങളെക്കുറിച്ച് യോഗം വിലയിരുത്തുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴും വന്യമൃഗങ്ങളുടെ ആക്രമണം തീരാ ദുരിതമായി തുടരുകയാണ്. അതുമാത്രമല്ല, വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം ജില്ലയിലുണ്ടായ കൃഷിനാശം 1/4 കോടിക്കടുത്താണ്. കൃഷിയിടങ്ങളിൽ വന്യജീവികളുടെ ആക്രമണം അവസാനിപ്പിക്കാൻ വനം വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും യഥാസമയം കാടും മരങ്ങളും വെട്ടിമാറ്റി ബാറ്ററിയും ഇൻവെർട്ടറും പുനഃസ്ഥാപിച്ച് സോളാർ ഫെൻസിംഗ് പ്രവർത്തനം കാര്യക്ഷമമാക്കുകയും ഫെൻസിംഗ് ഇല്ലാത്ത വനാതിർത്തികളിൽ അവ സ്ഥാപിക്കുകയും ചെയ്യണമെന്നുമാണ് മലയോര മേഖലയിലെ ജനങ്ങളുടെ ആവശ്യം. മൂന്നാറിൽ പടയപ്പ, തിരുനെൽവേലിയിൽ അരിക്കൊമ്പൻ, മാനന്തവാടിയിൽ ബേലൂർ മഗ്ന, ഇടുക്കിയിൽ ചക്കക്കൊമ്പൻ. പേരുകളിലും സ്വഭാവത്തിലും ഈ കൊമ്പന്മാർ വ്യത്യസ്തരാണെങ്കിലും ജനങ്ങൾക്ക് ഇവർ ഭീഷണി തന്നെയാണ്. ഇത്തരം സാഹചര്യം വർദ്ധിക്കുമ്പോൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് എന്ന അവസ്ഥയാണ്. കാരണം വനഭൂമികളിൽ മനുഷ്യർ കടന്നുകയറുകയും വിനോദസഞ്ചാരത്തിനായി കാട് നശിപ്പിക്കുകയും മൃഗങ്ങളെ ദുർബലപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും പട്ടിണിക്കിടുകയും ചെയ്തതോടെ വന്യമൃഗങ്ങളുടെ സംരക്ഷണവും സുരക്ഷയും ഇല്ലാതായി. അവർ അങ്ങനെ കാടിറങ്ങി ജനവാസ മേഖല കയ്യേറി. മനുഷ്യർ അവരുടെ ആവാസ വ്യവസ്ഥകൾ കയ്യേറിയതോടെ അവർക്ക് ഭൂമിയില്ല, ചതുപ്പു നിലമില്ല. ഓരോ ദിവസവും അവർ ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി പോരാടുകയാണ്. ഒരേ സമയം മൃഗങ്ങളും മനുഷ്യരും വേട്ടയാടുകയാണ്. എന്നാൽ വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം സ്വൈര്യജീവിതം നഷ്ടപ്പെട്ട വനമേഖലയിലെ ജനങ്ങൾ പരിഭ്രാന്തിയോടെ ജീവിക്കുകയാണ്, പരിഹാരവും കാത്ത്.